നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയെ ലഹരി കവർന്നുകൊണ്ടിരിക്കുകയാണ്. അതിമാരകമായിട്ടുള്ള പല പുതിയ ലഹരി വസ്തുക്കളാണ് ഇന്നത്തെ തലമുറകൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ഇന്നത് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഇത് വളരെ വേഗത്തിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിൽ അത് വ്യാപിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ഇന്ന് ലഹരി വ്യാപകമായിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇത് സപ്ലൈ ചെയ്യാൻ അവർക്കിടയിൽ നിന്ന്, അതായത് ഈ പറയുന്ന കുട്ടികളെ, സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു മാഫിയ തന്നെ ഇന്ന് അവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരുന്ന വാർത്തകൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിരവധി വിദ്യാർത്ഥികളെയും അതുപോലെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയും മറ്റുമാണ് ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായിട്ട് പല അക്രമങ്ങളും ചെയ്തിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു മകൻ സ്വന്തം ഉമ്മയെ ലഹരി അടിച്ചിട്ട് ആ ഒരു ബോധമില്ലാതെ മനോനില തെറ്റിയിട്ട് വെട്ടിക്കൊന്ന സംഭവം വരെ ഈ കാലത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നടക്കുന്നത്. കാരണം ലഹരി ഉപയോഗിച്ച് ഇപ്പോൾ അതിന്റെ മറ്റൊരു നടുക്കുന്ന ഉദാഹരണം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. കൊച്ചിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ലഹരി ഉപയോഗിച്ച് സമനില തെറ്റി നടു റോഡിൽ പരാക്രമം കാണിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം നടക്കുന്നത് കൊച്ചി പാലാരിവട്ടത്താണ്. നടു റോഡിൽ പോലീസ് പട്രോളിംഗ് സംഘത്തിന് നേരെയാണ് യുവതിയുടെ പരാക്രമം നടന്നിരിക്കുന്നത്. പോലീസ് വാഹനത്തിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിനി റസീലയെയും സുഹൃത്ത് പ്രവീണിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഏകദേശം ഒരു അർദ്ധരാത്രി 12 മണിയോട് കൂടിയിട്ടാണ് പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി 12:30 സംസ്കാര ജംഗ്ഷന് സമീപത്ത് വെച്ച് ഈ പറയുന്ന യുവതിയും യുവാവും പ്രദേശവാസികളോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തിയത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരോടും യുവതി തട്ടിക്കയറുകയല്ല, വെറുതെ എന്തെങ്കിലും സംസാരിക്കുകയല്ല, വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 23-കാരിയാണ് ഈ പറയുന്ന ഈ യുവതി, റസീല എന്നാണ് പേര്. ഈ കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ പോലീസ് വാഹനത്തിലേക്ക് അപ്പോൾ തന്നെ പിടിച്ചു കയറ്റിയിരുന്നു. എന്നാൽ ഈ പറയുന്ന യുവതിയും റസീലയും വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. തനിക്ക് വാഹനത്തിൽ കയറണമെന്ന് പറയുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് വന്ന പോലീസ് വാഹനത്തിൽ വനിതാ പോലീസുകാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇമാതിരി ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയും അവരെ പോലീസ് വാഹനത്തിന്റെ ചില്ല അടിച്ചു തകർക്കുകയും ചെയ്തിട്ട് പോലീസിനൊന്നും പിടിച്ചു മാറ്റാൻ പോലും സാധിക്കുന്നില്ല. കാരണം പെൺകുട്ടി ആയതുകൊണ്ടും വനിതാ പോലീസ് ഉദ്യോഗസ്ഥയൊന്നും തന്നെ കൂടെ ഇല്ലാത്തതുകൊണ്ടും ആ സമയത്തെല്ലാം തന്നെ പോലീസുകാരെ നോക്കി പെൺകുട്ടിയെ അസഭ്യം പറയുകയായിരുന്നു. ഒടുവിൽ വലിയ രീതിയിൽ തർക്കമാവുകയും സമീപത്തൊക്കെ ആളുകൾ കൂടുകയും ചെയ്തു. അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ കൊണ്ടാണ് യുവതി പോലീസ് വാഹനത്തിന് നേരെ എറിഞ്ഞത്. ഇത് ഡ്രഗ് ആണെന്നും ഞാൻ തിന്നാൻ പോവുകയാണ് സാറേ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഒരു പാക്കറ്റ് കയ്യിലെടുത്ത് യുവതി പോലീസിന് അസഭ്യം വിളിച്ചത്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ഇത് വളരെ നടുക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. നടു റോഡിൽ പരാക്രമം അഴിച്ചുവിട്ട യുവതി പോലീസ് വാഹനത്തിന്റെ ഡോർ ബലമായി തുറക്കുകയും ഡോർ വിൻഡോയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ സാധിക്കും. യുവതിയുടെ പരാക്രമണത്തിലാണ് പോലീസ് വാഹനത്തിലെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പ്രവീണിനും റസീലയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രവീൺ ഈ സമയം വാഹനം അടിച്ച് തകർക്കടി എന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഇവനെ ആദ്യമേ തന്നെ പോലീസ് ജീപ്പിലേക്ക് പിടിച്ചു കയറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവൾ പുറത്തുനിന്ന് ജീപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവൻ അകത്ത് കിടന്നിട്ട് വാഹനം അടിച്ച് തകർക്കടി എന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നത്. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ആ സമയത്ത് പോലീസ് ജീപ്പിന്റെ ഗ്ലാസുകളിൽ ഇടിച്ച് അത് തകർത്തത്. ഇതോടെയാണ് വശത്തെ ഗ്ലാസുകൾ തകർന്നത്. മുൻസീറ്റിലിരുന്ന SI മിഥുനെ അസഭ്യം പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചു. വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പോലീസ് നിസ്സഹാരായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. പിന്നീടാണ് കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു, അത് പൊക്കി കാണിച്ചുകൊണ്ട് ഇത് മയക്കുമരുന്നാണ്, ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് ഇത് കഴിക്കാൻ പോവുകയാണെന്ന് പോലീസിനോട് വെല്ലുവിളിച്ചത്. മയക്കുമരുന്ന് വായിലേക്ക് ഇട്ട ശേഷം റസീല അവിടെ നിന്ന് നടന്നു നീങ്ങി. പോലീസ് ഈ സമയം പ്രവീണിനെയും കൊണ്ട് സ്റ്റേഷനിൽ എത്തിക്കുകയും പിന്നീട് കൂടുതൽ വനിതാ പോലീസുമായി സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി ഈ പറയുന്ന യുവതിയെ പിടികൂടുകയുമായിരുന്നു. ഇരുവരെയും പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കത്തി കാണിച്ച് യാത്രക്കാരെയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെയെല്ലാം ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.